ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവൻക്ക് ഇവിടെ വരാനുള്ള ധൈര്യമുണ്ട്, നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാനുള്ള ധൈര്യമുണ്ട്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ധൈര്യമുണ്ട്. അതുപോലെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, നിനക്ക് ഒരു 100 ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് 2 വാക്ക് സംസാരിക്കാനുള്ള ധൈര്യമുണ്ടോ ചോദിക്കാറില്ലേ? എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ധൈര്യപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ധൈര്യമുണ്ട് എന്ന് എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഫോർമുല എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ഡെയർ ടു അല്ലെങ്കിൽ ഡെയേഴ്സ് ടു. ഡെയർ ടുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡെയേഴ്സ് ടുവിൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ചെയ്യാൻ ധൈര്യപ്പെടുക അല്ലെങ്കിൽ ചെയ്യാൻ ധൈര്യമുണ്ട്. ഇനി ഡെയർ ടു ചേർക്കേണ്ടത് പ്ലൂറൽ ഫോമിൻ്റെ കൂടെയാണ്. ഐ ഡെയർ ടു എന്നാണ്. ഐ ഡെയർ ടു, എനിക്ക് ധൈര്യമുണ്ട്. അതുപോലെ വി ഡെയർ ടു, നമ്മൾക്ക് ധൈര്യമുണ്ട്. ദേ ഡെയർ ടു, അവർക്ക് ധൈര്യമുണ്ട്. ഇനി ഡെയേഴ്സ് ടു ചേർക്കേണ്ടതാണ് സിംഗുലറിൻ്റെ കൂടെയാണ്. ഷീ ഡെയേഴ്സ് ടു, ഷീ ഡെയേഴ്സ് ടു, അവൾക്ക് ധൈര്യമുണ്ട്. അല്ലെങ്കിൽ ഹീ ഡെയേഴ്സ് ടു, അവൻക്ക് ധൈര്യമുണ്ട്. അതിൻ്റെ കൂടെ ഫസ്റ്റ് ഫോം ചേർത്ത് കഴിഞ്ഞാൽ ചെയ്യാൻ ധൈര്യമുണ്ട് എന്നായി. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. അതാണ്, എനിക്ക് അവനോട് സംസാരിക്കാൻ ധൈര്യമുണ്ട്. എനിക്ക് അവനോട് സംസാരിക്കാനുള്ള ധൈര്യമുണ്ടെന്ന് എഴുതണം. അപ്പോൾ ആദ്യം എനിക്ക് എന്താണ്? അതിനെഴുതി. അതിൻ്റെ കൂടെ ഡെയർ ടു, ഡെയേഴ്സ് ടു അല്ല, ഡെയർ ടു. ഐ ഡെയർ ടു. ഇനി സംസാരിക്കുക, നമുക്ക് സ്പീക്ക് പറയാം. സ്പീക്കിൻ്റെ കൂടെ ടു അല്ലെങ്കിൽ വിത്ത് ചേർക്കണം. സ്പീക്ക് ടു അല്ലെങ്കിൽ സ്പീക്ക് വിത്ത്. ഓക്കെ, അതുപോലെ ടോക്ക് പറയാം. ടോക്ക് ടു അല്ലെങ്കിൽ ടോക്ക് വിത്ത്. അപ്പോൾ ഐ ഡെയർ ടു ടോക്ക് ടു ഹിം. ഐ ഡെയർ ടു ടോക്ക് ടു ഹിം. എനിക്ക് അവനോട് സംസാരിക്കാനുള്ള ധൈര്യമുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? 2 രീതിയിൽ എഴുതാം. ഒന്നാമതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള നെഗറ്റീവ് സ്ട്രക്ചർ. ഇങ്ങനെ ഡു ഡസ് എന്നാണ്. ഡു ഡസ് പ്ലസ് ഡെയർ ടു. നോക്കാം. ആദ്യം എനിക്ക് അതിൻ്റെ കൂടെ ഡോണ്ട് ചേർക്കണം. ഐ ഡോണ്ട്. അത് കഴിഞ്ഞാൽ ഡെയർ ടു. ഐ ഡോണ്ട് ഡെയർ ടു ടോക്ക് ടു ഹിം. ഐ ഡോണ്ട് ഡെയർ ടു ടോക്ക് ടു ഹിം. എനിക്ക് അവനോട് സംസാരിക്കാനുള്ള ധൈര്യമില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു രൂപമാണ്, ഒരു സ്പെഷ്യൽ സ്ട്രക്ചറാണ് ഡെയർ നോട്ട് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. എന്താ പറയുക? ഡെയർ നോട്ട് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ എനിക്ക് ഡെയർ നോട്ട്. ഇവിടെ എസ് ചേർക്കാൻ പാടില്ല, കാരണം ഇതൊരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. ഇതിനെ ഇംഗ്ലീഷ് വിളിക്കും സെമി മോഡൽ. എന്താ വിളിക്കുക? സെമി മോഡൽ എന്നാണ് വിളിക്കുക. അങ്ങനെയൊന്നും പഠിച്ചേക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞു തന്നാൽ മതി. ഡെയർ നോട്ട് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. ഐ ഡെയർ നോട്ട് ടോക്ക് ടു ഹിം. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഡെയറിൻ്റെ കൂടെ ടു വന്നു, ഇവിടെ വന്നു ടു വന്നു അല്ലേ? ഇവിടെയൊക്കെ ഡെയറിൻ്റെ കൂടെ ടു വന്നു. പക്ഷേ നമ്മുടെ നെഗറ്റീവായ രണ്ടാമത്തെ മെത്തേഡിൽ ഡെയറിൻ്റെ കൂടെ നോട്ട് വരാൻ പാടില്ല, കാരണം ഇതൊരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. നെഗറ്റീവ് എഴുതാനുള്ള സ്പെഷ്യൽ സ്ട്രക്ചറാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡെയറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായി? ഐ ഡോണ്ട് ഡെയർ ടു ടോക്ക് ടു ഹിം. എനിക്ക് അവനോട് സംസാരിക്കാൻ ധൈര്യമില്ല. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഐ ഡെയർ നോട്ട് ടോക്ക് ടു ഹിം. ഇനി ഞാൻ പറയണേ, എനിക്ക് അവിടെ പോകാനുള്ള ധൈര്യമുണ്ട്. എനിക്ക് അവിടെ പോകാനുള്ള ധൈര്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് ഐ ഡെയർ ടു ഗോ ദെയർ. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് 2 രീതി എഴുതാൻ കഴിയും. ഒന്നാമതാണ് നോർമൽ ആയിട്ടുള്ള നെഗറ്റീവ്. ഇങ്ങനെ ഐ ഡോണ്ട്, അത് കഴിഞ്ഞിട്ട് ഡെയർ ടു. കണ്ടോ? ഐ ഡോണ്ട് ഡെയർ ടു ഗോ ദെയർ. കണ്ടോ? ഇവിടെ ഡെയറിന് ശേഷം ടു വന്നു, അതുപോലെ ഇവിടെയും ഡെയറിന് ശേഷം ടു വന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്പെഷ്യൽ സ്ട്രക്ചർ, നെഗറ്റീവ് എഴുതാനുള്ള സ്പെഷ്യൽ സ്ട്രക്ചറാണ് ഐ, അത് കഴിഞ്ഞാൽ ഡെയർ നോട്ട്. ഐ ഡെയർ നോട്ട് ഗോ ദെയർ. ഉണ്ടോ? ഇവിടെ പിന്നെ ടു ചേർക്കരുത് കേട്ടോ, കാരണം ഇതൊരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. ഐ ഡെയർ ടു ഗോ ദെയർ, എനിക്ക് അവിടെ പോകാനുള്ള ധൈര്യമുണ്ട്. നെഗറ്റീവാണ് ഐ ഡോണ്ട് ഡെയർ ടു ഗോ ദെയർ. എനിക്ക് അവിടെ പോകാനുള്ള ധൈര്യമില്ല. ഐ ഡെയർ നോട്ട് ഗോ ദെയർ. എനിക്ക് അവിടെ പോകാനുള്ള ധൈര്യമില്ല. ഇവിടെ ടു വരാൻ പാടില്ല, അത് മറക്കരുത്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഐ മാറ്റിയിട്ട് ഉണ്ടോ? ഐ മാറ്റിയിട്ട് ഞാനിവിടെ സബ്ജക്റ്റ് മാറ്റി എഴുതാണ് സിംഗുലർ, ഷീ. അപ്പോൾ എന്തായി? ഷീ ഡെയർ എന്നല്ല, ഷീ ഡയേഴ്സ് ചേർക്കണം. എന്താണ്? കണ്ടോ? ഷീ ഡയേഴ്സ്.
സിംഗുലർ ആണെങ്കിൽ എന്ത് ചേർക്കണം? ഇത് ചേർക്കണം. ഡയേഴ്സ്, SES. ഷീ ഡയേഴ്സ് ടു ഗോ ദെയർ. അവൾക്ക് അവിടെ പോകാനുള്ള ധൈര്യമുണ്ട്. ഷീ ഡയേഴ്സ് ടു ഗോ ദെയർ. അവൾക്ക് അവിടെ പോകാനുള്ള ധൈര്യമുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എഴുതണം. നമ്മൾ നോർമൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നെഗറ്റീവ് എഴുതുമ്പോൾ ഷീ ഡോണ്ട് അല്ല ഡസൻറ്റ് ആട്ടോ. എന്താണ്? ഷീ ഡസൻറ്റ്. ഷീ ഡസൻറ്റ്. ഓക്കെ. ഷീ ഡസൻറ്റ് ഡയർ ടു ഗോ ദെയർ. ഷീ ഡസൻറ്റ് ഡയർ ടു ഗോ ദെയർ. അവൾക്ക് അവിടെ പോകാനുള്ള ധൈര്യമില്ല. ഇനി ഇതിൻ്റെ നെഗറ്റീവ് മറ്റൊരു സ്പെഷ്യൽ ഫോർമുല ഉപയോഗിച്ചുള്ള നെഗറ്റീവാണ് ഷീ. ഇവിടെ ഷീ ചേർത്താൽ മതി. ഓക്കെ, ഇവിടെ ഷീ ചേർത്താൽ മതി. സബ്ജക്റ്റ്, ഇവിടെ സബ്ജക്റ്റ് ഏതാണെങ്കിലും വിഷയമല്ല. പ്ലൂറൽ ഫോം ആണെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ സിംഗുലർ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ സ്ട്രക്ചർ ഫോർമുല സെയിം ആയിരിക്കും, മാറ്റില്ല. ഷീ ഡയർ നോട്ട് ഗോ ദെയർ. ഷീ ഡയർ നോട്ട് ഗോ ദെയർ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മോഡൽ, സെമി മോഡൽ എന്ന് വിളിക്കുന്നത്. സെമി മോഡൽ. ഇപ്പം ഞാൻ പറയുകയാണ് ക്യാൻ, എനിക്ക് അവിടെ പോകാൻ കഴിയും. ഐ ക്യാൻ ഗോ ദെയർ. ഐ ക്യാൻ ഗോ ദെയർ അല്ലേ? നമ്മൾ ഈ ക്യാൻ എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു വെർബിൻ്റെ കൂടെ ചേർക്കാറുണ്ടോ? ചേർക്കാറുണ്ടോ? ഐ ക്യാൻ ചേർക്കാറില്ല. അതുപോലെ ടു ചേർക്കാറുണ്ടോ? ഇല്ലല്ലോ, ചേർക്കാറില്ല. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഇതെന്താണെന്നറിയോ? ഇതിനെ വിളിക്കും നമ്മൾ, ക്യാനെ വിളിക്കും മോഡൽ. മോഡലിൻ്റെ കൂടെ, മോഡൽ വെർബിൻ്റെ കൂടെ SESO അതുപോലെ ടു ഇതുപോലുള്ള എക്സ്ട്രാ വേർഡുകൾ വരാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഡയറിൻ്റെ ആണോ, ഈ ഡയറിൻ്റെ നെഗറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ് രൂപം എഴുതുമ്പോൾ അത് മോഡലായി മാറുകയാണ്. മോഡലിൻ്റെ കൂടെ ഒരു കാരണവശാലും SES ഫോമോ അതുപോലെ ടു ഇതൊന്നും ചേർക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് എന്ത്? അവൾക്ക് ഇപ്പോൾ ഇവിടെ വരാൻ ധൈര്യമുണ്ട്. അവൾക്ക് ഇപ്പോൾ ഇവിടെ വരാൻ ധൈര്യമുണ്ട്. ഷീ, അവൾക്ക്. ഡയേഴ്സ്റ്റാണ് ചേർക്കേണ്ടത്. ഓക്കെ, ഷീ ഡയേഴ്സ് ടു, കാരണം ഷീ സിംഗുലർ ആണ്. ഷീ ഡയേഴ്സ് ടു, ഷീ ഡയേഴ്സ് ടു വരിക, കം. ഷീ ഡയേഴ്സ് ടു കം ഹിയർ നൗ. അവൾക്ക് ഇപ്പോൾ ഇവിടെ വരാനുള്ള ധൈര്യമുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് രണ്ട് രീതി എഴുതാം. ഒന്നാമതാണ് സിമ്പിൾ ആയിട്ടുള്ള നെഗറ്റീവ്. ഞാൻ ഇതാണ് ഷീ. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാം. ആദ്യം എഴുതി ഷീ. ഷീൻ്റെ കൂടെ ഡസൻറ്റ്. ഷീ ഡസൻറ്റ്. ഷീ ഡസൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡയർ. ഷീ ഡസൻറ്റ് ഡയർ ടു കം ഹിയർ നൗ. കം ഹിയർ നൗ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ നോർമൽ ആയിട്ടുള്ള നെഗറ്റീവ്. ഷീ ഡസൻറ്റ് ഡയർ ടു കം ഹിയർ നൗ. ഇനി നമുക്ക് രണ്ടാമത്തെ എഴുതാം. ഇങ്ങനെ ഷീ എഴുതി അതിൻ്റെ കൂടെ സിമ്പിളായിട്ട് ഡയർ നോട്ട് ചേർക്കാം. ഡയർ നോട്ട്. ഇവിടെ നമുക്ക് S വേണ്ട, ടു വേണ്ട, ഒന്നും വേണ്ട, കം ചേർക്കാം. കം ഹിയർ നൗ. കേട്ടോ, അപ്പോൾ എന്തായി? ഷീ ഡയർ നോട്ട് കം ഹിയർ നൗ. അവൾക്ക് ഇവിടെ ഇപ്പോൾ വരാനുള്ള ധൈര്യമില്ല എന്നായി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. അതാണ്, ആ സിനിമ കാണാനുള്ള ധൈര്യം എനിക്കില്ല. ഹൊറർ മൂവിയാണ്. ആ സിനിമ കാണാനുള്ള ധൈര്യം എനിക്കില്ല എന്ന് പറയാം. അപ്പോൾ ആദ്യം എനിക്കല്ലേ, അപ്പോൾ ഞാനിത് ആയി. അതിൻ്റെ കൂടെ നെഗറ്റീവാണ്. അതിൻ്റെ കൂടെ ഡോണ്ട്. ഐ ഡോണ്ട് ഡയർ ടു. ഐ ഡോണ്ട് ഡയർ ടു വാച്ച്, കാണുക, ദാറ്റ് മൂവി, ആ സിനിമ. അപ്പോൾ എന്തായി? ഐ ഡോണ്ട് ഡയർ ടു വാച്ച് ദാറ്റ് മൂവി. എനിക്ക് ആ മൂവി കാണാനുള്ള ധൈര്യമില്ല. ഇതിൻ്റെ നമ്മുടെ സ്പെഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നെഗറ്റീവ് എഴുതാം. അതാണ് എങ്ങനെ? ഐ ഡയർ നോട്ട് വാച്ച് ദാറ്റ് മൂവി. സിമ്പിൾ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നാലാമതാണ്, നിനക്ക് ഇപ്പോൾ ഇവിടെ വരാനുള്ള ധൈര്യമുണ്ടോ? നിനക്ക് ഇപ്പോൾ ഇവിടെ വരാനുള്ള ധൈര്യമുണ്ടോ? ചോദ്യമാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ഡു ഡസ് ആദ്യം വരണം. കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡു ആണ് ചേർത്ത്, കാരണം യു അല്ലേ, യു പ്ലൂറൽ ഫോം ആയതുകൊണ്ട് ഡു ചേർത്തു. ഡു യു, അത് കഴിഞ്ഞിട്ട് ഡയർ ടു. ഡു യു ഡയർ ടു കം ഹിയർ നൗ? ഡു യു ഡയർ ടു കം ഹിയർ നൗ? നിനക്ക് ഇപ്പോൾ ഇവിടെ വരാനുള്ള ധൈര്യമുണ്ടോ? ഇനി ഞാൻ യുവിന് പകരം ഞാൻ ചോദിക്കുകയാണ്, അവൻക്ക് ഇപ്പോൾ ഇവിടെ വരാനുള്ള ധൈര്യമുണ്ടോ എന്ന് പറയാം. അവൻക്ക് അല്ലേ? അപ്പോൾ അവൻക്ക് ആയതുകൊണ്ട് ഞാൻ ഡു ചേർക്കില്ല, ഡസ് ചേർക്കും. ഡസ് ഹീ ഡയർ. എന്താണ്? ഡസ് ഹീ ഡയർ ടു കം ഹിയർ? ഡസ് ഹീ ഡയർ ടു കം ഹിയർ? അവൻക്ക് ഇവിടെ വരാനുള്ള ധൈര്യമുണ്ടോ? ഇനി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 100 ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു സ്പീച്ച് പറയാനുള്ള ധൈര്യമുണ്ടോ? അപ്പോൾ പറയാം കേട്ടോ. ഡു യു ഡയർ ടു, എന്താണ്? ഡു യു ഡയർ ടു പ്രസൻറ്റ് എ സ്പീച്ച്?
ഡു യു ഡെയർ ടു പ്രസന്റ് എ സ്പീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് 100 പീപ്പിൾ? ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത് നോക്കാം. നമ്മുടെ അഞ്ചാം സെൻറ്റൻസ് ആണ് എന്ത്? അവളെ കാണാനുള്ള ധൈര്യം നിനക്കുണ്ടോ? അവളെ കാണാനുള്ള ധൈര്യം നിനക്കുണ്ടോ? അതും ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഡു യു ഡെയർ ടു എന്താണ്? ഡു യു ഡെയർ ടു. 1, 2, 3 ഈ 4 വേർഡ് അടങ്ങുന്ന ഈ ഒരൊറ്റൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു ഫ്രേസ്, അത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ? വളരെ സിമ്പിളാണ്. ഡു യു ഡെയർ ടു, നിനക്ക് ധൈര്യമുണ്ടോ? ഡു യു ഡെയർ ടു. ഡു യു ഡെയർ ടു മീറ്റ് ഹെർ? ഡു യു ഡെയർ ടു മീറ്റ് ഹെർ. നിനക്ക് അവളെ കാണാനുള്ള ധൈര്യമുണ്ടോ? ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലേ? നമ്മുടെ ആറാമതാണ് എനിക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. എനിക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അപ്പോൾ എനിക്ക് എന്ന് പറയാം ഐ. അതിൻ്റെ കൂടെ ഡെയർ ടു. ഐ ഡെയർ ടു. ചെയ്യുക ഡു. ഇത് ഇറ്റ്. അപ്പോൾ ഐ ഡെയർ ടു ഡു ഇറ്റ്. ഐ ഡെയർ ടു ഡു ഇറ്റ്. അവൾക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. ഷീ ഡെയേഴ്സ്. ഷീ ഡെയേഴ്സ് ടു ഡു ഇറ്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അവൻക്ക് ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള ധൈര്യമുണ്ട്. അവൻക്ക് ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള ധൈര്യമുണ്ട്. എങ്ങനെ പറയാം? അപ്പോൾ അവൻക്ക് അല്ലേ? അവൻക്ക് ഹീൻ്റെ കൂടെ ഡെയർ അല്ല വരിക, ഉണ്ടോ? എസ് ചേർക്കണം. ഹീ ഡെയേഴ്സ്. ഹീ ഡെയേഴ്സ് ടു സ്റ്റേ. ഹീ ഡെയേഴ്സ് ടു സ്റ്റേ ഇൻ ദാറ്റ് ഹൗസ്. ആ വീട്ടിൽ. ഇൻ ദാറ്റ് ഹൗസ് അലോൺ. അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കേട്ടോ. എന്താണ് അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. ഹി ഡെയേഴ്സ് ടു സ്റ്റേ ഇൻ ദാറ്റ് ഹൗസ് അലോൺ. അവൻക്ക് ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള ധൈര്യമുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 4 or 5 സെൻറ്റൻസ് എഴുതിയിട്ട് കമൻറ്റ് ബോക്സ് അയക്കുക. ഓക്കെ, അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു എവരിവൺ.